പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലെ മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, സങ്കീർത്തനം 30:12. ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടിപ്പുകഴ്ത്തും. ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടിപ്പുകഴ്ത്തും. എനിക്ക് നന്മയുണ്ടാകുമ്പോൾ, ഞാൻ തൊടുന്നത് പൊന്നാകുമ്പോൾ, ആരെങ്കിലും എന്നോട് ചോദിച്ചു, എല്ലാം നന്നായല്ലോ എന്ന് പറയുമ്പം ഒരു വിധത്തിൽ ഒപ്പിച്ചു, ഒക്കെ ഒപ്പിച്ചെടുത്തു എന്നിങ്ങനെ ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ, ഞാൻ മൗനം പാലിക്കാതെ, ഞാൻ അങ്ങയുടെ പ്രവൃത്തി പൂഴ്ത്തിവെക്കാതെ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ഒന്ന്, ദൈവം ചെയ്ത നന്മകളെ നമ്മൾ മൗനം കൊണ്ട് പൂഴ്ത്തി വെച്ച് കളയും. വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പം, സന്തോഷം ഉണ്ടാകുമ്പോൾ, സമ്പത്ത് ഉണ്ടാകുമ്പം നമ്മളോട് ചിലരൊക്കെ ചോദിക്കുക, കൊള്ളാം, നന്നായല്ലോ, കാര്യങ്ങളൊക്കെ ഭംഗിയായല്ലോ. അപ്പം നമ്മൾ പറയും എങ്ങനെ ഒപ്പിച്ചു, ഒരു വിധത്തിൽ ഒപ്പിച്ചു. ഇങ്ങനെ നമ്മൾ സ്വന്തം കഴിവ് കൊണ്ട് നന്മകളെ പൂഴ്ത്തി വയ്ക്കും. ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടിപ്പുകഴ്ത്തും. എൻ്റെ ദൈവം എനിക്കിത് ചെയ്തു, എൻ്റെ ദൈവം കനിഞ്ഞെനിക്ക് വേണ്ടി ഇത് ചെയ്തു, ഇത് പറയാൻ എനിക്കൊരു പ്രത്യേക അഭിനിവേശം, ഒരാവേശം ഞാൻ സൂക്ഷിക്കും. ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടിപ്പുകഴ്ത്തും. മൗനം പാലിക്കാതെ പാടിപ്പുകഴ്ത്തുമ്പം സ്വർഗം മുഴുവൻ താഴെ വന്ന് നമ്മുടെ ഹൃദയത്തോട് ഒട്ടി നിൽക്കും. ഒരു പുതിയ കരുത്ത് നാം അനുഭവിക്കും. ആമേൻ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രം 16ാമത് സീനിയർ സിറ്റിസൺ ധ്യാനം ഒരുക്കുകയാണ്. 15 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി കരിമേഘങ്ങൾ നിറഞ്ഞ മനസ്സുമായി വന്ന് മഴവില്ല് പോലെ മടങ്ങിപ്പോയ അനേകം മാതാപിതാക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ മുദ്രയായി വീണ്ടും 16ാം ധ്യാനം ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അപൂർവ സമ്മാനമാണിത്. ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഉള്ളിലൊരു അഭിഷേകവും പ്രചോദനവും വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ മുറികൾ ബുക്ക് ചെയ്യുക. സ്വാഗതം. ആമേൻ, ആമേൻ.